ദൈവസ്തോത്രം. 28-ാം സങ്കീർത്തനം സമർപ്പണത്തിന്റെ പാതയാണ്. വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. എന്താ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് എത്തി പറയും, ദൈവനെ മരിച്ചെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അപ്പൊ യേശു കർത്താവെന്ന് പറയാൻ എന്താ? ഇന്ന് മുതൽ യേശു ക്രിസ്തു ഭരിക്കാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കും. സമർപ്പണമായി. ഇവിടെ ദാവീദ് രാജാവ് തന്നെ ഒന്ന് സമർപ്പിക്കുകയാണ്. എന്താണ് അതിന്റെ 3-ാമത്തെ വാക്യം? ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടുകൂടെ എന്നെ വലിച്ചോണ്ട് പോകരുതേ. എത്രയോ പേരാണ്. എന്താ ദുഷ്ടത? അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം. ഇവിടെ ദുഷ്ടന്മാരെന്ന് പറഞ്ഞാൽ സാധാരണ കള്ളുകുടിയന്മാര്, അതുപോലെ ഭവനവേദനക്കാര്, പീഡനക്കാര്, കൊലപാതകന്മാരൊക്കെ ദുഷ്ടന്മാരാണ്. അത് മാത്രമല്ല, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം, ദൈവത്തിന്റെ വചനം അതുപോലെ വിശ്വസിക്കാതെ മറ്റു കാര്യങ്ങളെ ആരാധിക്കുന്നവർ, അങ്ങനെയുള്ളവർ ഒത്തിരി പേര് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാതെ. ആ വാക്യം നമുക്ക് ശ്രദ്ധിച്ചോ? ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നതോടും കൂടെ എന്നെ വലിച്ചു. എത്ര പേരാണെന്നറിയാമോ തെറ്റായ പാതയിലൂടെ വലിച്ചഴക്കപ്പെടുന്നത്? അച്ഛനൊരു കാലത്ത് അങ്ങനെ ആയിരുന്നു. അതാ പറഞ്ഞത്. തെറ്റായ വഴിയിലൂടെ യഥാർത്ഥ ദൈവത്തെ ദൈവമെന്നോർത്ത് അംഗീകരിക്കാതെ, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കാതെ, കർത്താവ് പറയുന്നത് അനുസരിക്കാതെ, മറ്റു മനുഷ്യരുടെ വാക്കുകൾ കേട്ടിങ്ങനെ വലിച്ചിഴക്കപ്പെടുക. ചെരുപ്പില്ലാതെ നടക്കുന്നവര്, അതുപോലെ ഓരോന്നോരോന്ന് നോക്കി ആ ജനങ്ങൾ അങ്ങ് വലിച്ചിഴക്കപ്പെടുക, തെറ്റായ പാതയിലേക്ക് വലിച്ചിഴക്കപ്പെടുക. ദാവീദ് പറയുക, എന്നെ അങ്ങനെ വലിച്ചോണ്ട് പോകരുതേ. സമർപ്പണമാണ്. സമർപ്പണം. ദൈവസന്നിധി വിട്ട്, ദൈവത്തിന്റെ ഇഷ്ടം വിട്ട്, ദൈവത്തെ ആരാധിക്കുന്നത് വിട്ട്, ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം വിട്ട്, ആ വചനസത്യം വിട്ട്, കർത്താവെ എന്നെ വലിച്ചുകൊണ്ട് പോകരുതേ. എത്ര പേര് സമർപ്പണമാണ്. ആരാ വലിക്കുന്നത്? അന്ധകാരശക്തി. യഥാർത്ഥ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മനുഷ്യനെ വലിച്ചുകൊണ്ട് പോകുന്നത് ഈ തിരുമേന്മാരല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള നേതാക്കന്മാരല്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര ശക്തിയാണ്. ആ അന്ധകാര ശക്തിയാണ് നമ്മളെ ഇവിടെ ദൈവസന്നിധിയിൽ നിന്നും വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കർത്താവോട് പറഞ്ഞാൽ മതി, കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഇരിപ്പാൻ, അവിടുത്തെ മഹത്വം കാണുവാൻ, അവിടുത്തെ വചനസത്യം അറിയുവാൻ, അനുസരിച്ച് ജീവിപ്പാൻ എന്നെ സഹായിക്കണേ. ദാവീദ് രാജാവ് ആ വിധത്തില് വളരെയധികം സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം വളരെ സന്തോഷമായി. 63-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹം സമർപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. 63-ാം സങ്കീർത്തനത്തിലെ 3 മുതലുള്ള വാക്യങ്ങളല്ലേ, എന്റെ കിടക്കെ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രിയാകുമ്പോൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന് മജ്ജയും മേധസ്സുകൊണ്ടെന്ന പോലെ തൃപ്തി വരും. തങ്കച്ചാൻ സാക്ഷ്യം പറഞ്ഞത് കേട്ടില്ല. ഞാൻ കർത്താവിന് വചനപ്രകാരം ജീവിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. രോഗമുണ്ട്, ദുഃഖമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അതിന്റെ മധ്യത്തിൽ അതിനെ അതിജീവിക്കുന്ന ഒരു സന്തോഷം അത് ദൈവസന്നിധിയിൽ മാത്രമേ ലഭിക്കൂ. ഏത് പ്രതിസന്ധികളെയും ശാന്തഗംഭീരമായിട്ട് നേടുവാൻ കഴിയുന്ന എന്താ? ഞാനിപ്പോ കർത്താവിന്റെ പരമാധികാര ഹിതത്തിലാണ്. എങ്ങനെ ആയിത്തീർന്നത്? ആ 63-ാം സങ്കീർത്തനം ശ്രദ്ധിച്ചാൽ, ദൈവമേ നീ എന്റെ ദൈവം, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷി. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാനുള്ള ഒരു വലിയ ആഗ്രഹം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അത് സാധിച്ചെടുത്തു. നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവമേ നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ സമർപ്പിക്കുക. അത് ആ സമർപ്പണത്തിന്റെ ഒരുപാട് വാക്യം സാക്ഷ്യം പറഞ്ഞ ഒത്തിരി വാക്യം എന്റെ ഹൃദയത്തിലേക്ക് പോകും. ഇന്ന് റോമാലേഖനം 12:1-2 വാക്യം നോക്കിയേ. റോമാലേഖനം 12:1-2 വാക്യം. സഹോദരന്മാരെ, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ബുദ്ധിയുള്ള ആരാധനയായി വിശുദ്ധിയും സമർപ്പിപ്പീൻ. എങ്ങനെ സമർപ്പിക്കുന്നത്? സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച്, ആ ദൈവത്തിന്റെ മനസ്സിൽ ഒന്ന് ഓർപ്പി. നമ്മളെ തേടി വന്ന കർത്താവിന്റെ മനസ്സിൽ. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. ചുമ്മാതല്ല, ദൈവത്തിന്റെ മനസ്സലിവിനെ ഓർത്താൻ, നമ്മളെ തേടി വന്ന കർത്താവിന്റെ സ്നേഹത്തെ ഒന്ന് ഓർത്താൻ, ആ മനസ്സലിവൊന്ന് ഓർത്താൻ, മഹാഭാവികളായിരുന്ന നമ്മളെ തേടി വന്ന കർത്താവിന്റെ മനസ്സിൽ എന്നെ സ്ഥാനപ്പെടുത്താൻ പ്രേരിപ്പിച്ച ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഈ മർത്തോമയിലായിരുന്നു. അച്ഛൻ പറഞ്ഞു ഞാൻ മർത്തോമയിലായിരുന്നു.
അപ്പോൾ രക്ഷിക്കപ്പെടാൻ ഭയങ്കര ബുദ്ധിയാണ്. രക്ഷിക്കപ്പെട്ട് പള്ളിയിൽ തന്നെ പോകാനുള്ള പരിപാടിയായിരുന്നു എനിക്കുള്ളത്. അവിടെ തന്നെ പോകാനായി. അങ്ങനെ തന്നെയാണ് രക്ഷിക്കപ്പെട്ടപ്പോൾ സാരി പറഞ്ഞു നമുക്കിവിടെ യോഗങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഒന്നിച്ച് പോകാൻ. ഗതപുസ്തകം വായിച്ചപ്പെടാം വിശ്വസിക്കുക സ്നാനം എടുക്കുകയും രക്ഷിക്കപ്പെടും. ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമാണ്, പരിശുദ്ധാത്മ ഉള്ളത്തിൽ നിന്ന് വീണ്ടും ജനിക്കണം. എൻ്റെ കർത്താവ് എന്തോ പറയുന്നത് ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവ് എന്തോ പറയുന്നോ അത് ഞാൻ അനുസരിക്കാം. എനിക്കെന്തോ ആവശ്യം? പരിശുദ്ധാത്മ ഉള്ളത്തിൽ. അത് എൻ്റെ ഏറ്റവും വലിയ. ചുമ്മാ രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ രക്ഷയിലേക്ക് നയിച്ച വേദഭാവമുണ്ട്. യോഹന്നാൻ 7:38-39 വാക്യം ഒന്ന് വായിക്കുക. യോഹന്നാൻ 7:38-39 വാക്യം. ഇന്ന് സാക്ഷ്യം പോലെ വരുവാ മെസ്സേജ്. അച്ചായ സാക്ഷ്യം പറഞ്ഞുണ്ടായിരുന്നു. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഞാൻ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വാക്കിയില്ല. എന്നെ രക്ഷയിലേക്ക് നയിച്ചത് യഥാർത്ഥ വീണ്ടും ജന്മം എന്താ? കർത്താവ് പറയാ, ഒരാൾ എന്നിൽ വിശ്വസിച്ചാലുണ്ടല്ലോ, ചുമ്മാ വിശ്വസിക്കണ്ട. വിശ്വസിച്ചാൽ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ദൈവം ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, അല്ലയോ? യേശുക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഈ ലോകത്തിൽ താൻ വീണ്ടും വരും രാജരാജനായി. ആ കർത്താവ് പറയാ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയാണ്, ചുമ്മാ അന്ധമായിട്ട് വിശ്വസിക്കണ്ട. എന്നിൽ വിശ്വസിച്ചാൽ അവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവനത്തിൽ നദി ഒഴുകും. ബിരുദം എഴുതിയിരിക്കുന്നത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ വാക്യം വെച്ചാ ഞാൻ ഇങ്ങനെ കർത്താവ് ഞാൻ എത്ര പ്രാവശ്യം വന്നിട്ട് എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവില്ല. ഒരു കൊച്ചരിവ് പോലും നദി, ജീവജലത്തിന് നദി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചരിവ് ഉണ്ടായിരുന്നു. ഞാൻ എത്ര നാളിങ്ങനെ നോക്കിയിരുന്നു അറിയാം ഉള്ളത്. പക്ഷെ അതുപോലെ വരും. സമർപ്പിച്ചാൽ മതി. ഞാൻ ഈ വാക്യം വെച്ച ഇങ്ങനെ ഒരു വർഷമാണ് സുവിശേഷം കേൾക്കാൻ. ദിവസം പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാ ഹൃദയത്തിൽ പറിച്ച് അന്ന് മുതലാണ് ഞാൻ ഈ വചനം പഠിക്കുവാനും. ഇന്നലെ പല സ്ഥലം മണ്ണാർശാലയായിരുന്നു, വൈകിട്ട് മേപ്പാട്ട്. ഞാൻ പുറത്തിയാട്ടായിരുന്നു. അതിന് മുമ്പത്തെ ദിവസം മുതുകുളത്തായി, നാളെയുണ്ട് പുറത്തിയാട്ട്. ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇതിങ്ങനെ ഒഴുകുക. ഉള്ളിലേക്ക് വന്നാൽ പിന്നെ ഇങ്ങനെ ഒഴുകുക. പരിശുദ്ധാത്മാവ് ഞാൻ വീണ്ടും ജനിച്ച പരിശുദ്ധ വെള്ളത്തിൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകം വായിക്കാറുണ്ട്. വായിച്ചപ്പോഴാണ് വിശ്വസിക്കുകയും ഞാൻ അവിടെ നിന്നു. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നില്ല, അവിടെ നിൽക്കുക ഞാൻ. അപ്പോൾ ആ വേദഭാഗം എന്നെ പഠിപ്പിച്ചെന്താ, എൻ്റെ കുഞ്ഞെ, ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയാത്ത മരണം നിന്നെ കടന്നു പിടിക്കുമ്പോൾ നീ നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നിനക്ക് വേണ്ടി ഞാൻ ക്രൂശിൽ മരിച്ചത്. നിനക്ക് വേണ്ടി മുഖത്ത് തുപ്പലേറ്റു, കണ്ണ തടിയേറ്റു, കവിന് വേണ്ടി ചമ്മട്ടിയാൽ അടിയേറ്റു. ആരാ? സമ്പന്നായ കർത്താവ് ദരിദ്രനായി തീർന്നു, രക്തം മുഴുവനും ചൊരിഞ്ഞു. നീ എന്തോ ചെയ്താൽ മതി? വിശ്വസിക്കുകയും. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സരിവർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ളവരായി തീരുക. നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന ദൈവത്തിങ്കലേക്ക് നോക്കുക, ആ വചനം കേൾക്കുക. ഞാൻ വരുന്നു, ക്രൂശിങ്കൽ സമർപ്പിച്ചു. ദാവീദ് രാജാവ് സമർപ്പിച്ചു. അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷം. ഇതിരിക്കുന്ന ഓരോരുത്തരും സമർപ്പിച്ചു. സമർപ്പിക്കും തോറും സന്തോഷം വർദ്ധിച്ചു. അപ്പോസ്തലനായ പൗലോസോ അദ്ദേഹം ഒത്തിരി സന്തോഷിച്ച ദൈവദാസൻ. എന്താ സന്തോഷിക്കാൻ കാരണം? നമുക്കെടുക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പൊ ഈ പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം പരിശുദ്ധാത്മ ഇങ്ങനെ നിർബന്ധിക്കും. അപ്പൊ പരിശുദ്ധ ഉള്ളത്തിൽ വന്നവർക്ക് എന്തോ സംഭവിക്കും? ക്രിസ്തുവിന്റെ സ്നേഹം ഇങ്ങനെ അതെങ്ങനെ നിർബന്ധിക്കുന്നു? ഈ പരിശുദ്ധാത്മ ഇപ്പൊ നമ്മൾ ചിന്തിച്ചല്ലോ, പരിശുദ്ധ ഉള്ളത്തിൽ വീണ്ടും ജനിക്കുന്നു. അത് ഓരോ അളവിലാണ് ഓരോരുത്തർക്ക്. ആ പരിശുദ്ധാത്മ വന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കും. അതെങ്ങനെ ശരിയാകുന്നേ? നമുക്ക് നോക്കാം. റോമാലേഖനം 5:5. റോമാലേഖനം 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. യേശുക്രിസ്തു വിശ്വസിച്ച പരിശുദ്ധാത്മാ വരും. പരിശുദ്ധാത്മാ വന്നാൽ അവിടെ എന്ത് വരും? ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് എന്തോ കൂടെ വരും? ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. പകരില്ല. അതുകൊണ്ട് ഓരോരുത്തർ പരിശോധനയ്ക്ക് ഓടി നടന്ന് പ്രസംഗിക്കുന്നത്. വീടുകളിൽ സുവിശേഷം അറിയിക്കും. സഹോദരങ്ങളൊക്കെ അതാ ഓടി നടന്ന് പ്രസംഗിക്കും.
ക്രിസ്തുവിന്റെ സ്നേഹം ഇങ്ങനെ നിർബന്ധിച്ചോ. പൗലോസ് പറയാ, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു. പ്രാർത്ഥന വയ്ക്കാൻ, പ്രാർത്ഥനയ്ക്ക് പോകുവാൻ, ആരാധനയ്ക്ക് പോകുവാൻ, സുവിശേഷം അറിയിക്കുവാൻ, വിശുദ്ധ ജീവിതത്തിനായിട്ട് സമർപ്പിക്കുവാൻ ദൈവത്തിന്റെ സ്നേഹം സമർപ്പിച്ചോണ്ട് ഇങ്ങനെ നിർബന്ധിച്ചോണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൽ വന്നാൽ വേറെ ആരുടെയും പ്രേരണ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തുണ്ടാവും? ഒരു നിർബന്ധം. ഇതാ ആ നിർബന്ധത്തിന്റെ പ്രത്യേകത. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ഓ, ദൈവത്തിന്റെ മനസ്സിൽ നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലും മരിക്കും, നമുക്ക് വേണ്ടി ആരെങ്കിലും ജീവിച്ചെന്നില്ല. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ജീവിക്കും, ഭർത്താവിന് വേണ്ടി ഭാര്യ ജീവിക്കും, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ജീവിക്കും. ആർക്കെങ്കിലും വേണ്ടി മരിച്ചവരാരുമുണ്ടോ? മരിച്ചവരാരും. പക്ഷെ നമുക്ക് വേണ്ടി മരിച്ചു ഒരുവനും. എന്തൊരു സ്നേഹമായത്, എന്തോ സ്നേഹമായത്. നമുക്ക് വേണ്ടി ജീവനെ തന്നവനെ നമ്മൾ എന്തുമാത്രം മാനിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. പൗലോസ് അങ്ങനെ സമർപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവിൽ സന്തോഷിപ്പീൻ. എപ്പോഴും എന്നങ്ങനെ പറയാം, അത് എപ്പോഴും സന്തോഷിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കും തോറും സമർപ്പിക്കുന്നത് എന്തോ ലഭിക്കും? സന്തോഷത്തിന്റെ പരിവ്. ദൈവസന്നിധിയിൽ സന്തോഷത്തിന്റെ പരിവ്. അപ്പോഴാണ് ഒരു അച്ഛൻ പറഞ്ഞൊരു വാക്യം പിന്നെ ഓർക്കുക. അതാണ് റോമർ 14:8-9 വായിച്ചു. അച്ഛൻ എനിക്ക് ഉദ്ധരിച്ച വാക്യമാണ് റോമർ 14:8-9 വായിച്ചു. റോമർ 14:8. ജീവിക്കുന്നെങ്കിൽ നാം കർത്താവിനായിട്ട് ജീവിക്കുന്നു. പിന്നെ മരിക്കുന്നുവെങ്കിൽ കർത്താവിനായിട്ട് ജീവിക്കുന്നു. പിന്നെ അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും കർത്താവിനുള്ളവർ. ഇനി അടുത്തത്, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതല്ലോ. എന്തോ പ്രയോഗമാണ് നോക്കിയത്. എനിക്കന്ന് ആവേശം പോലും വാക്കുമായി. ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനാണ്, മരിക്കുന്നുവെങ്കിൽ പിന്നെന്താ പറയുന്നത്? നാം ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും കർത്താവിനാണ്. ജീവിക്കുന്നെങ്കിലും ഇനി മരിച്ചവർക്കും ജീവിച്ചിരിക്കും കർത്താവ് ആകേണ്ടതല്ലോ യേശു മരിക്കുക ഉയർക്കുകയും ചെയ്യുന്നത്. ഓ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടുന്നുണ്ട് എല്ലാവരും ഹൃദയത്തിൽ നിന്ന് പറഞ്ഞേ, ഞാൻ ജീവിക്കുന്നെങ്കിൽ മരിക്കുന്നെങ്കിൽ. കുറച്ച് പറയാം, എല്ലാവരും പറയാം, ജീവിക്കുന്നെങ്കിൽ കർത്താവിന്, മരിക്കുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും കർത്താവിനുള്ളവരാ. എങ്ങനെയാ സമർപ്പിക്കുന്നത്? അതാണ് 28-ാം സംഖ്യ. എങ്ങനെയാ കുറച്ച് സമയം നമുക്ക് നോക്കാം അല്ലേ? അതിന് ഒന്നാമത്തെ വാക്യം നോക്കി, എങ്ങനെയാ അത് ശരിയാകുന്നു നോക്കാം. എങ്ങനെയാ ഇങ്ങനെ സമർപ്പിക്കാൻ കഴിയുന്നത്? 28-ാം സംഖ്യ ഒന്നാമത്തെ വാക്യം, വിളിച്ചപേക്ഷിക്കുന്നു. യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. അതിന് പ്രത്യേകതയാണ്. വെറുതെ പ്രാർത്ഥിക്കുകയല്ല, വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആ വചനം പഠിക്കുമ്പോൾ ഇത് നോക്കണം. വിളിച്ചപേക്ഷിക്കുക, ഉള്ളിന്റെ ഉള്ളിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയ്ക്ക് പല തലങ്ങളുണ്ട്. അത് ഒരു തലമാണ് വിളിച്ചപേക്ഷിക്കുക. നമുക്ക് അതിന്റെ അടിസ്ഥാനം എന്താ? 130-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ 130-1 നോക്കി വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതിന്റെ നമ്മൾ ഈ വാക്യങ്ങൾ ചേർത്ത് പഠിച്ചാലേ അത് ശരിയാവുള്ളൂ. 130-1 അതാ വിളിച്ചപേക്ഷിക്കുക. ആഴത്തിൽ നിന്ന്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു നിലവിളിയാ കേട്ടോ. ഹൃദയത്തിന്റെ യേശു കർത്താവിനെ വഴിയെ പോയപ്പോഴേ തിമ്മായുടെ മകനെ ഭൃത്യമായി വിളിയെന്തോ, യേശുവേ ദാവീദ് പുത്ര. അത് ചുമ്മാതെ യേശുവേ എന്നെ സഹായിക്കണം എന്നല്ല പറഞ്ഞു. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഞാൻ ഒത്തിരി കാര്യങ്ങളുടെ അന്ധതയെ കിടക്കുക, എനിക്ക് കാഴ്ച വേണം. ഈ അന്ധകാരത്തിൽ എനിക്ക് പ്രകാശം വേണം. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണേ. അതാ വിളിച്ചപേക്ഷിക്കുക. അതാ വിളിച്ചപേക്ഷിക്കുക. എപ്പോഴും ഏതെല്ലാം സന്ദർഭത്തിലായിരിക്കും വിളിച്ചപേക്ഷിക്കുക? നമുക്ക് 116-ാം സങ്കീർത്തനത്തിന്റെ 3-4 വാക്യം 116 ആ വിളിച്ചപേക്ഷിക്കുന്നതിന്റെ രംഗം. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളവേദന എന്നെ പിടിച്ചു, കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. കണ്ടോ, നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലായി. വിളിച്ചപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് വിളിക്കുന്ന വിളിയാണ്. അവസാനത്തെ വിളി എന്നൊക്കെ പറയുന്നത് വിളിച്ചപേക്ഷിക്കുക. മരണവാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദന ഞാൻ കൊണ്ട് വിളിച്ചു, കഷ്ടവും സങ്കടവും. അപ്പോഴാണ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അപ്പൊ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത എന്താ? വിളിച്ച് അപേക്ഷിക്കുക. നമ്മുടെ കർത്താവ് ഇങ്ങനെ വിളിച്ചപേക്ഷിച്ചു. ഉറച്ച നിലവിലോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചതാ എന്റെ കർത്താവായ യേശു ക്രിസ്തു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. അറിയത്തില്ലേ വാക്യം? അറിയാമല്ലോ, ലേടുകണ്ടല്ലോ. ഭയഭക്തി നിമിത്തം അതാ വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞു. വിളിച്ചപേക്ഷിക്കുക. അപ്പൊ പ്രാർത്ഥനയില്
ഒരു രംഗം എന്ന് പറയുന്നത് വിളിച്ചപേക്ഷിക്കും. പിന്നെ എല്ലപ്പോഴും പ്രാർത്ഥിക്കും, വിളിച്ചപേക്ഷിക്കത്തില്ല, യാചനയുണ്ട് പ്രാർത്ഥന ഇല്ല. നമുക്ക് നോക്കാം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. മത്തായി 7:7. പ്രാർത്ഥനയ്ക്ക് ഇപ്പൊ രാവിലെ ഇപ്പൊ പ്രാരംഭത്തിൽ അച്ഛൻ പ്രാർത്ഥിച്ചപ്പം അതൊരു അപേക്ഷയായിരുന്നു. നോക്കാം നമുക്ക് മത്തായി 7:7. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ യാചിക്കുക, പിന്നെ അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് അന്വേഷിക്കുക, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് ഒന്ന് യാചിക്കുക. എന്തിനു യാചിക്കുക എന്ന് പറഞ്ഞത്? നിരന്തരം ദൈവത്തോട് യാചിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിനയം ഉണ്ടാകും. അതാ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ യാചിക്കണം. ഒരു യാചനാ സ്വഭാവം നമുക്കുണ്ടാകണം. അതാ കർത്താവ് ആവശ്യപ്പെടും. എന്തിനാ? ഞാൻ താഴ്മയും സൗമ്യതയുള്ളതാണ്. അതുകൊണ്ട് എന്നെ ആരാധിക്കുന്നവരാണ് എൻ്റെ മക്കളാണെങ്കിൽ അവർ ആരാധിക്കണം? താഴ്മയും. അതിനെന്ത് ചെയ്യണം? യാചിക്കണം. അപ്പൊ യാചന, പ്രാർത്ഥന എന്തുണ്ടായിരിക്കണം? ആ യാചന ദിവസവും യാചിച്ചാൽ അവർക്കൊരു താഴ്മയും വിനവും പ്രാർത്ഥനയുള്ളതാണ്. രണ്ടാമതായിട്ടോ അന്വേഷിക്കുക. അത് പ്രാർത്ഥനയാണ്. ഞാൻ എങ്ങനെ ആരാധിക്കും? ഇപ്പൊ അച്ഛൻ അന്വേഷിച്ചു, ഓരോരുത്തരും അന്വേഷിച്ചു. ഞാൻ രക്ഷിക്കപ്പെടാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? എൻ്റെ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം? എൻ്റെ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്? എൻ്റെ ജോലി സ്ഥലത്ത് എങ്ങനെയാണ്? എൻ്റെ സഹായം എങ്ങനെയാണ്? അന്വേഷിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? കണ്ടെത്തും. പിന്നെ മുട്ടുക. ചില കാര്യങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കുക. 3 തലങ്ങൾ അവിടെയാണ്. ഇവിടെ എന്താ? വിളിച്ചപേക്ഷിക്കുക. എന്തിനാ വിളിച്ചപേക്ഷിച്ച? ഇവിടെ പിന്മാറ്റത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. അതാണ് എൻ്റെ 3-ാമത്തെ വാക്യം ഇല്ലേ? എനിക്ക് 3-ാമത്തെ വാക്യം. ദുഷ്ടന്മാരുടെയും അകൃത്യം ചെയ്തതിലൂടെ എന്നെ വലിച്ചുകൊണ്ട് അതിനുവേണ്ടിയായിരുന്നു അദ്ദേഹം വിളിച്ചപേക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവ് വിശ്വാസം ധരിച്ചു പോകരുത്, പിന്മാറ്റത്തിലേക്ക് പോകരുത്. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളൊക്കെ ദൈവസന്നിധിയിലാണ്. ഇത് കഴിയുന്നുണ്ടേ വേണമെങ്കിൽ അതൊക്കെ എങ്ങനെ കിടക്കും, നമുക്കിങ്ങനെ അങ്ങനെ പോകാനിടയാകട്ടെ. ഞാൻ ആ പഴയ വഴിയിലേക്ക് പോകാൻ എന്നെ ആ സാത്താൻ പിന്നെ ദൈവവചനം കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ്. ഇങ്ങനെ ഇതാണ് ശരിയെന്ന് എല്ലാവരും സമ്മതിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരാൾ വന്നിങ്ങനെ വലിച്ചോണ്ട് പോകും. അങ്ങനെ വലിച്ചോണ്ട് പോകാതിരിക്കാൻ എന്താ വേണം? ചുമ്മാ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കണം, വിളിച്ചപേക്ഷിക്കണം. ദൈവമേ, അവിടുത്തെ 1-ാമത്തെ സ്ഥാനം തരുവാൻ, അവിടുത്തെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, അവിടുത്തെ വചനപ്രകാരം ജീവിക്കുവാൻ, 10 പേരോട് അവിടുത്തെ കുറിച്ച് പറയുവാൻ, അതായത് അതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകുവാൻ എന്നെ ഇടയാക്കരുത്. അതാണ് സമയം. ഇപ്പൊ വിളിച്ചപേക്ഷിച്ചാൽ ഭയഭക്തി നിമിത്തം രക്ഷിക്കപ്പെടാൻ ചുമ്മാ ഇരുന്നാൽ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാം. ഇങ്ങനെ അങ്ങ് പോവും. എന്നിട്ടോ എന്തൊക്കെയായി തീരുന്ന അവരവർക്കും ദൈവത്തിന്. പക്ഷെ ദൈവത്തിന്റെ പരമാധികാരത്തിലിരിക്കണമെങ്കിൽ മുട്ടുമേ നിന്ന് വിളിച്ചപേക്ഷിക്കുക. എത്ര പ്രസംഗം കേട്ടാലും, എത്ര ബൈബിൾ ക്ലാസ് കേട്ടാലും ദൈവത്തിന്റെ പരമാധികാരത്തിനായി ഉള്ളിൽ നിന്നൊരു വിളിച്ചപേക്ഷിക്കണം. തീർച്ചയായിട്ടും കർത്താവ് ആ ഉത്തരമായി. എങ്ങനെ ഉത്തരം എന്നത്? ഭയഭക്തി. നമുക്ക് ആ വാക്യം എന്തായാലും എടുക്കാം. എബ്രായർ 5:7 എബ്രായർ 5:7 വന്ന വാക്യമാണ്. കാലത്ത് നിലവിളിയോടും അഭയാചന കഴിക്കുക. അപ്പൊ ഉത്തരം ലഭിക്കണം. എന്താ വേണം? ഭയഭക്തിയോടെ അഭയാചന വിളിച്ചപേക്ഷിക്കുക. ദൈവമേ, എനിക്ക് അവിടുത്തെ വചനം അനുസരിക്കണം, എനിക്ക് സഭായോഗത്തിന് പോകണം, മുടങ്ങാതെ പോകണം, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം, എനിക്ക് സുവിശേഷം അറിയിക്കണം, എനിക്ക് വചനം പഠിക്കണം. അതിനെന്ത് ചെയ്യണം? വിളിച്ചപേക്ഷിച്ചാൽ ദൈവം നമുക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരും, ദൈവകൃപ തരും. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം കൊണ്ട് ഹൃദയത്തെ നിറച്ചിരിക്കും. ഇനി അടുത്തതായിട്ട് എന്താ ഈ സംഗീതം വായിക്കാൻ കഴിയുന്നത്? ഓക്കെ, അടുത്തതായിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? എന്റെ പാറയായുള്ളവേ. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തെ വിളിക്കുന്ന എന്തുവാ? പാറയെന്ന് വിളിക്കാൻ കാരണം ദൈവത്തിന്റെ സർവശക്തി അദ്ദേഹം കണ്ടു. ഈ ലോകത്തിലെല്ലാം ആടുന്ന വേലി പോലെയാണ് മനുഷ്യൻ. ഏത് നേതാക്കന്മാരാകട്ടെ എല്ലാത്തിനും അസുഖമാണ്. ഇപ്പം റഷ്യൻ പ്രസിഡന്റാണ്, അമേരിക്കൻ പ്രസിഡന്റ്, ഇവരൊക്കെ ആറ്റബോംബിന്റെ കീ അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയം എല്ലാം വല്ലാതിരിക്കുമോ? എല്ലാം ആടുന്ന മനുഷ്യരാണ്, എല്ലാത്തിനും രോഗമാണ്. പക്ഷെ ഒരേ ഒരുവനേ ഉള്ളൂ, പാറയായിട്ടുള്ളവൻ, സർവശക്തൻ ഒരുവനെ. നമുക്കെടുക്കാം യോബിന്റെ പുസ്തകം 9:4. പാറ എന്ന് വിളിക്കാൻ കാരണം യോബ് 9:4.
അവൻ ജ്ഞാനിയും മഹാശക്തനുമാകുന്നു. കണ്ടോ, അത് സങ്കീർത്തനായ പറയുന്നു വിളിച്ചു. അവൻ ജ്ഞാനിയും മഹാശക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? സകല ശക്തിക്കും മീതെയാണ് കർത്താവ്. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരെ സഹായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കർത്താവില്ല. ബാക്കി എല്ലാവരും പറയും ഈ കാര്യത്തിൽ. ഡോക്ടർമാർ പറയും ഇനി ഞങ്ങളെല്ലാം നോക്കി, ഇനി ഞങ്ങളെ കൊണ്ടൊന്നും ലോകത്തിലെ എല്ലാ മനുഷ്യരും കൈമലർത്തുന്ന ഒരു സമയം. പക്ഷെ ഒരിക്കലും കൈമലർത്താത്ത ഒരുവനെ ഉള്ളൂ. സർവശക്തിയാണ്. ഇനി വെളിപ്പാട് ദിവസം 19 ആവണം നോക്കി, അവിടെ അധികാരം കൂടെ ഉണ്ടെന്നേ കർത്താവ്. ശക്തി മാത്രമല്ല, അധികാരമുണ്ട്. വെളിപ്പാട് 19. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ കോശം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് രാജ്യത്വമേൽക്കുന്നവനാ, അധികാരമുള്ളവനാണ്, സർവശക്തനാണ്. ഈ കർത്താവിന്റെ സന്നിധിയിൽ ആരിന്ന് കർത്താവിനെ നോക്കുന്നുവോ ആ ശക്തി നമ്മളിലേക്ക് പകരും. കണ്ടോ, ഞാൻ അനുഭവിച്ചോണ്ടാണ്. ഞാൻ ഇന്ന് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചു. ദിവസം കഴിഞ്ഞ 38 വർഷം എല്ലാ ദിവസവും രാവിലെ മുട്ടമേലെ ദൈവത്തെ ആരാധിക്കും. എന്താ ദൈവത്തെ ആരാധിക്കുന്ന പ്രത്യേകത? ഈ നടൻ എത്ര പേര്, എനിക്കത് സങ്കടം, സിനിമാ നടന്മാരെ ആരാധിക്കുന്നവരുണ്ട്, ക്രിക്കറ്റ് കളിക്കാരെ ആരാധിക്കും. 5 പൈസ കർത്താവിനെ ആരാധിച്ചാലോ? എന്താ അതിൻ്റെ പ്രത്യേകത? 2 കൊരിന്ത്യർ 4:7 നോക്കി, 2 കൊരിന്ത്യർ 6 മുതൽ നോക്കി. ദൈവത്തെ ആരാധിച്ചു വെളിച്ചൊഴിക്കട്ടെ അരുളി ചെയ്ത ദൈവം, പ്രകാശം ചെയ്ത ദൈവം, യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവദേശത്തിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതില്ല. നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള പ്രേസര. ഞാൻ അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഒന്ന് നന്ദിയുണ്ട്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. പക്ഷെ എപ്പോ ആരാധിച്ചാലും യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ആ ദൈവത്തിന്റെ പരിജ്ഞാനം എന്റെ ഹൃദയത്തിൽ പിടിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ നമ്മുടെ പ്രാണന് മജ്ജയും മേധസ്സുകൊണ്ടെന്നു. അതാണ് ദൈവസന്നിധിയിലെ സന്തോഷത്തിന്റെ. 86 സങ്കീർത്തനം വായിച്ചില്ലേ? ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ആ തേജസ് വന്നാലോ ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള എന്തോ മനോഹരമാകുന്നു. സർവശക്തനാണ്, ദൈവത്തിന്റെ ശക്തി അനുഭവിക്കും. എന്റെ കർത്താവ് സർവശക്തനാണ്. ഞാൻ ഈ കർത്താവിനെ ആരാധിക്കുമ്പോൾ അത് നമ്മളിലേക്ക് ഇങ്ങനെ പകർന്നു തരുന്ന ഇത്ര സർവശക്തനായ ദൈവം. അതെ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഇനി പറയുന്നുള്ള രണ്ടാമത്തെ സങ്കീർത്തനം പറയുന്ന രണ്ടാമത്തെ കാരണം എന്താണെന്നറിയാമോ? ഇത് രക്ഷയുടെ പാറയാണ്. രക്ഷയുടെ പാറ. 95 സങ്കീർത്തനം എന്നെടുത്തേ, അതിന്റെ 1 മുതലുള്ള വാക്യം. 95 സങ്കീർത്തനം 1 മുതലുള്ള വാക്യം. അത് ഞാൻ ദിവസവും ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് എന്താ കാരണം? രക്ഷയുടെ പാറയ്ക്ക് എന്താ കാരണം? ആ പാറ നമുക്ക് വേണ്ടി കിടക്കപ്പെട്ട പാറയായിട്ട്. ഈ പാറയുണ്ടല്ലോ, നമുക്ക് വേണ്ടി ഇത്ര സർവശക്തനായ ദൈവമാകുന്ന കർത്താവ് നമുക്ക് വേണ്ടി കിടക്കപ്പെട്ട പാറയാണ്. എവിടെ എഴുതിയിരിക്കുന്നത്? കൊരിന്ത്യർക്ക് 1-ാമത്തെ 10-ാമത്തെ ആയത്തിൽ 1 മുതലുള്ള വാക്യം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴെയായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കടന്നു. എല്ലാവരും സമുദ്രത്തിൽ കടന്ന് സ്ഥാനമേറ്റ് മോശയോട് ചേർന്നു. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴെയായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു. ഇതിന്റെ പശ്ചാത്തലം സംഖ്യാപുസ്തകത്തിൽ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ വെള്ളം കിട്ടാതെ വന്ന അവർ കലഹിച്ചു. മോശ പ്രാർത്ഥിച്ചു, കർത്താവ് ഞാൻ ഒരു പാറയെ ഞാൻ കാണിച്ചു, അതിൽ ഞാൻ കയറി നിൽക്കും, നീ പാറയോട് കൽപ്പിക്കണം. എന്താ? പാറ പിളർന്നിട്ട് വെള്ളം. ആ പാറ, ആ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ മരിച്ചു പോകേണ്ട ജനങ്ങൾക്ക് ആ പാറ പിളർന്ന് ദൈവം വെള്ളം കൊടുത്തു. എന്നിട്ട് പറയാം, ആ പാറ, യുവങ്ങളുടെ പാറയായ ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ പിളർക്കപ്പെട്ടു. പിളർന്നുപോയി പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. ആ കർത്താവിലേക്ക് ആരഭയം പ്രാപിക്കുന്നോ അവർ വാഴും. വരുവിന്ന യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. എന്താ കാരണം? അവൻ നമ്മളെ രക്ഷിച്ചു. നിത്യനാശത്തിൽ നിന്ന് രക്ഷിച്ചു. നാശകരമായ കുഴിയിൽ നിന്ന് രക്ഷിച്ചു. കുഴിയേറ്റിൽ നിന്ന് രക്ഷിച്ചു. നമ്മുടെ കാലികളെ
ആ പാറമേൽ നിർത്തി. ഓ, ക്രിസ്തുവാകുന്ന പാറമേൽ. അതാ എൻ്റെ പാറയായുള്ളവരെ. നമുക്ക് പറയാം, പാറയെന്ന് പറയുമ്പോൾ ഓർക്കണം, ഒന്ന് സർവശക്തനാണ്, ശക്തങ്ങളിലേക്ക് പോയി. രണ്ട്, അവൻ രക്ഷിക്കുന്നവനാണ്. മൂന്നോ, മാറ്റമില്ലാത്തവനാണ്. ഈ പാറയുടെ ഒരു പ്രത്യേകത എന്താ? അതിന് മാറ്റം നിർത്തില്ല, അഴുകത്തില്ല, അതിങ്ങനെ അങ്ങനെ തന്നെ കിടക്കും. അതാണ് എന്ന് പറഞ്ഞാൽ സ്ഥിരതയുണ്ട്, സ്ഥിരതയുണ്ട്. നമുക്ക് യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക്. യെശയ്യാ 26. സ്ഥിരമാനസിൽ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് ആ. നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. കാക്കും. ആ. യഹോവയാകിൽ ശാശ്വതമായ ഒരു പാറയുള്ളത് കൊണ്ട് യഹോവയിൽ എന്നേക്കും ദൈവത്തിന് സ്തോത്രം. എന്തും മനോഹരമല്ലേ? സ്ഥിരമാനസിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ ഇപ്പൊ ആശ്രയിക്കുന്നവരെ അവനെ എപ്പോഴും അതാ സ്ഥിരമാനസിൽ ആശ്രയം പൂർണ്ണ സമാധാനത്തോടെ. യഹോവയാകിൽ ശാശ്വതമായ ഒരു പാറയുള്ളത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഇന്നലെ എന്നും എന്നേക്കും അനന്യനാണ്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ഭൂമിയും ഭൂമിയും നിർമ്മിക്കുന്നതിന് മുമ്പ് അനാദിയും ശാശ്വതമായ ദൈവം. ഈ സങ്കീർത്തനം കൊണ്ട് പോയാൽ ഇതെങ്ങും തീരത്തില്ല. ഒരു വാക്യം കൊണ്ട് പറഞ്ഞാൽ മുന്നെത്തായാലും നമുക്ക് നോക്കാം. അടുത്തായിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? എന്റെ പാറയായുള്ളവേ, നീ ഈ പ്രാർത്ഥന കേൾക്കാതിരിക്കുക. കേൾക്കാതിരുന്നാൽ എന്തോ സംഭവിക്കുന്ന അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നീ മിണ്ടാതിരുന്നാൽ ഒഴുകിനെ പോലെ കുഴിയിലിറങ്ങുന്നവരെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ താല്പര്യ സംഗീതത്തിൽ നാശകരമായ വീഴുകയും കുഴിഞ്ഞു കയറ്റിലാണ് നമ്മൾ അല്ലേ? അത് നമ്മൾ ദൈവം ഉദ്ധരിച്ചു. അപ്പോൾ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെടാത്തവരെ പോലെ, മദ്യപിച്ച് നടക്കുന്നവരെ പോലെ, തെറ്റായ കൂട്ടുകെട്ടിൽ പോകുന്നവരെ പോലെ, വിഗ്രഹങ്ങളെ സേവിക്കുന്നവരെ പോലെ, മനുഷ്യരുടെ പിന്നാലെ പോയിട്ട് അവരെ ദൈവമെന്ന് വിളിക്കുന്നവരെ പോലെ. കർത്താവേ, അങ്ങനെ പോകാൻ എന്നെ ഇടയാക്കല്ലേ. നീ മിണ്ടാതിരുന്നാൽ ഒത്തിരി എണ്ണം കുഴിയിലോട്ട് പോകുന്നുണ്ട്, മരിച്ച നരകത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോകാൻ എന്നെ ഇടയാക്കില്ലേ. പിന്നെന്താ വേണം? എബ്രായ ലേഖനം 10:38. എബ്രായർ 10:38. എന്റെ നീതിമാൻ വിശ്വാസത്താൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. പിന്നെ അടുത്തതാ, നാം നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ. അതാ സങ്കീർത്തനക്കാരൻ പാടുന്നത്. ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എന്റെ പാറയായുള്ളവരെ നീ കേൾക്കാതെ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ പിന്മാറ്റത്തിൽ പോകാതിരിക്കാം, ആ ദുഷ്ടന്മാരോടെ പോകാതിരിക്കാം, തെറ്റിലേക്ക് പോകാതിരിക്കാൻ, എൻ്റെ മനസ്സ് തെറ്റിലേക്ക് പോകാതിരിക്കാൻ, എൻ്റെ ചിന്താമണ്ഡലം തെറ്റിലേക്ക് പോകാതിരിക്കാൻ. കർത്താവ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തില്, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ നിങ്ങളെ നിങ്ങൾ ബുദ്ധിയുള്ള, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള അതിനെന്ത് ചെയ്യണം? വിളിച്ചപേക്ഷിക്കുക. യഹോവേ, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങനെ നമ്മളെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്. കർത്താവിന്റെ വചനം പറയുന്നത് യാക്കോബ് 4:8, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, ദൈവത്തിന്റെ മനോഹരത്തെ പാടാം. പ്രാരംഭത്തിൽ സംഗീതം വായി സംഗീതം സൈന്യങ്ങളുടെ യഹോവേ, എത്ര മനോഹരം. എന്റെയുള്ള യഹോവയുടെ പ്രാകാരങ്ങളെ കുരിയിലൊരു വീടും മേൽപക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടുന്നുണ്ട്. എന്റെ രാജാവിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠം. അതാ ദൈവത്തിന്റെ മനസ്സിൽ നമുക്ക് വേണ്ടി യാഗമാക്കിയുള്ള കർത്താവ്, നമുക്ക് വേണ്ടി മധ്യസ്ഥാനിക്കുന്ന കർത്താവ് നോക്കിക്കൊണ്ട് കർത്താവിന്റെ വചനപ്രകാരം നമ്മളെല്ലാവരെയും സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് സഹായിക്കും. കർത്താവിന്റെ നാമം